നിങ്ങളെ ചുറ്റളവിലുള്ള എത്ര ചിത്രകാരനെ നിങ്ങൾക്ക് അറിയാം? എത്ര പേരെ നിങ്ങൾക്ക് അറിയാം? നിങ്ങളുടെ ചുറ്റുമുള്ള എത്ര കലാകാരനെ നിങ്ങൾക്ക് അറിയാം? അല്ല, ചിത്രം വരയ്ക്കുന്ന ആളെ നിങ്ങൾക്ക് അറിയാം? എത്ര പാട്ട് പാടുന്ന ആളെ നിങ്ങൾക്ക് അറിയാം? ഞാൻ ചോദിക്കുന്നത് ഈ വേദിയിലിരിക്കുന്ന ആളല്ല, ഈ വേദിക്ക് പുറത്ത് നമ്മുടെ പ്രദേശത്ത് ഈ വിളയൂര് ചിത്രകലയുമായി ബന്ധപ്പെട്ട് ഉന്നതിയിലെത്തിയ ആരെങ്കിലും നിങ്ങൾക്ക് അറിയോ? നല്ല സംഗീതപരമായ കഴിവ് പ്രകടിപ്പിച്ച് സമൂഹത്തിന്റെ അംഗീകാരം നേടി മുന്നോട്ട് പോകുന്ന ഒരാളെ നിങ്ങൾക്ക് അറിയോ? നമ്മളെ ഈ ചുറ്റളവില് നന്നായി പുസ്തകം എഴുതിയ ഒരു എഴുത്തുകാരനെ നിങ്ങൾക്ക് അറിയോ? നന്നായി പ്രസംഗിച്ച് ഒരു പ്രാസംഗികൻ എന്ന നിലയിൽ പേര് രേഖപ്പെടുത്തിയ ഒരു പ്രാസംഗികനെ നിങ്ങൾക്ക് അറിയോ? നല്ല നിലവിലുള്ള സാമൂഹിക പശ്ചാത്തലത്തിൽ നല്ലൊരു ലേഖനം എഴുതിയ ഒരാളെ നിങ്ങൾക്ക് അറിയോ? എല്ലാം ചെയ്യുന്നവരുണ്ട് അല്ലേ? നിങ്ങളിപ്പോ ഇവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്തു? ഉപന്യാസം എഴുതിയില്ലേ, ചിത്രം വരച്ചില്ലേ, പാട്ടുപാടിയില്ലേ, പ്രസംഗിച്ചില്ലേ അല്ലേ? ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചുള്ള പ്രകടനങ്ങൾ നടത്തിയില്ലേ? നാളെ നിങ്ങൾ സ്റ്റേജ് പ്രോഗ്രാം നടക്കുമ്പോൾ പാട്ടും പ്രസംഗമൊക്കെ വരും അല്ലേ? പിന്നെ എവിടേക്കാണ് മക്കളെ എല്ലാരും പോണത്? നമുക്ക് ഈ 32 കൊല്ലമായി പേരെടുത്ത് പറയാൻ ഒരാളില്ല. അതിന്റെ കാരണക്കാരൻ ആരാ അറിയോ? ആരാ? നമ്മൾ തന്നെ. കാരണം നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് വഴിവെട്ടി തന്നു ആര്? SSFന്റെ സാഹിത്യോത്സവം എന്ന് പറയുന്ന ഇതുപോലുള്ള പരിപാടികൾ അല്ലേ? പക്ഷേ പിന്നീട് നമ്മളിൽ അന്തർലീനമായിട്ടുണ്ടായിരുന്ന ആ കഴിവിനെ നമ്മൾ എവിടെയോ കുഴിച്ചു മൂടി അല്ലേ? ആ കുഴിച്ചു മൂടിയ കഴിവിനെ പുറത്തെടുത്ത് അതിലും നമുക്കൊരു വിശ്വാസം അർപ്പിക്കാതെ നമുക്കൊരു സാഹിത്യകാരനാവാൻ പറ്റുമോ? ഒരു കലാകാരനാവാൻ പറ്റുമോ? വെറും മത്സരങ്ങൾക്ക് വേണ്ടി മാത്രം നടത്തപ്പെടുന്നതല്ല കലാപരമായ പരിപാടികൾ. എന്തിനാ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദിനെ പ്രസംഗിക്കാൻ കേട്ടോണ്ട് ഞാൻ അവിടെ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ വേടനെ കേട്ടിട്ടുണ്ടോ? എന്താ സൗണ്ട് അല്ലേ? നിങ്ങൾ എല്ലാരും വേടനെ കണ്ടിട്ടില്ലേ? അല്ല, വേടനെ നേരിട്ടല്ല, ഫോണിൽ കണ്ടിട്ടില്ലേ? അയാള് പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അല്ലേ? ആ രാഷ്ട്രീയം പറഞ്ഞത് കൊണ്ടാണ് ആരുണ്ടായത് അറിയോ? നിങ്ങളിപ്പോ വേടനെ കണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാര് പറയുന്നത്? നിങ്ങൾ പറയുന്നത്. നമ്മുടെ SSF ആയിക്കോട്ടെ, മറ്റു സംഘടനകളായിക്കോട്ടെ, സാഹിത്യം കൊണ്ട് ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്നത് നിലവിലുള്ള സാമൂഹികപരമായി നിലനിൽക്കുന്ന ചൂഷണങ്ങളെയും അവഗണനകളെയും തുടങ്ങി എന്തെല്ലാം തരത്തിൽ സമൂഹത്തെ പുറകോട്ടടിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിനെതിരെ വാക്കുകൊണ്ടും പാട്ടുകൊണ്ടും പ്രസംഗം കൊണ്ടും ഒരു ബദൽ തീർക്കാനുള്ള ശക്തിയെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഏതൊരു സാഹിത്യോത്സവത്തിന്റെയും അതേപോലെ തന്നെ ഏതൊരു സർഗാത്മകമായ കൂടിയിരിപ്പിന്റെയും ലക്ഷ്യം. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ?